നടിയെ ആക്രമിച്ച കേസിലെ വിധിക്കു പിന്നാലെ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഫെഫ്കയിൽ പൊട്ടിത്തെറി. സംഘടനയിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, അന്തിമ വിധി എന്ന നിലയിലാണ് സംഘടനകൾ വിഷയത്തെ കാണുന്നതെന്നും ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അംഗമായും വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ്, അതിജീവിതമാരോടൊപ്പമല്ല എന്ന്. അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി. മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിലൊരു കുശിമ്പിളകിയോന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല. ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ്. വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ്. അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. അതിന്റെ പ്രതിനിധികളാണ്, അതിന്റെ ഭരണകർത്താക്കളാണ്. എനിക്ക് എങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക? എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുക? ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണേ? അതല്ലടാ, കുശുമ്പ്.